പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കളുടെ വിമോചനത്തിനു വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ വലിയ ശക്തി നമ്മുടെ മക്കളിലും കുടുംബത്തിലും പ്രകടമാകാൻ വേണ്ടി വലിയൊരു വിടുതലിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണല്ലോ. ഈ പ്രാർത്ഥന മാതാപിതാക്കൾ മാത്രമല്ല, മക്കൾക്കും നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കണം. കാരണം ആ ബഹിഷ്കരണ പ്രാർത്ഥന മക്കൾക്ക് വേണ്ടിയാണ് പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്. അപ്പൊ മക്കൾ ആ പ്രാർത്ഥനയിൽ പങ്കെടുത്താൽ ഓരോരോ ദിവസം ഓരോരോ മേഖല ആ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള അവസ്ഥകള്, അടിമത്തങ്ങള്, ബന്ധനങ്ങൾ, കെട്ടുകള്, ചില അരൂപികൾ അതിലേക്ക് ബന്ധിച്ച് ബഹിഷ്കരിക്കണം. അത് നമ്മൾ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയും മക്കള് തങ്ങൾക്ക് വേണ്ടി കൂടിയും സ്വീകരിച്ചാൽ പെട്ടെന്ന് അതിന്റെ ഫലം ഉണ്ടാവും. ഇന്ന് മുതൽ നമ്മൾ പ്രത്യേകിച്ചും നമ്മുടെ മക്കൾ പോലും അറിയാതെ മക്കളിലേക്ക് വന്നിട്ടുള്ള ചില പൈശാചിക സ്വാധീനങ്ങള്, ചില ശക്തികള്, ആധിപത്യങ്ങള്, അവകാശങ്ങള്, അതിനെയൊക്കെ നമ്മൾ ബന്ധിച്ച് ബഹിഷ്കരിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ തന്നെയും വിടുവിച്ചെടുക്കുന്ന ഒരു വലിയൊരു ശുശ്രൂഷയിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. വിമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന മറ്റൊരു തലത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. നമുക്ക് അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് ഈ പ്രാർത്ഥനയിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഞങ്ങളുടെ മക്കളുടെയും നാശത്തെ ആഗ്രഹിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിന് കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. ഞങ്ങളേവരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾ കൊണ്ട് നിറച്ചനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമുക്ക് വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള പ്രത്യേക മധ്യസ്ഥം യാചിച്ചു പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെയും യോസേപ്പ് പിതാവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. എല്ലാ വിശുദ്ധരും മാലാഖമാരും നമ്മുടെ കൂടെയുണ്ട്. സ്വർഗത്തിന്റെ പൗരത്വമുള്ള ദൈവത്തിന്റെ മക്കളെ നമുക്ക് ഒരുമിച്ച് സ്വർഗത്തിന്റെ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ മിഖായേൽ മാലാഖയുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ഉന്നത ശക്തികളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരഭരത്തിന് രക്ഷിക്കുവാൻ വരണമേ. അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി സ്നേഹിക്കുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവനൊരിക്കലും മനുഷ്യനെ വഞ്ചിക്കുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ പ്രത്യേകം ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന് മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ സൈന്യത്തെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ. അവൻ മേലിലൊരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ മേഖല ശാപത്തിന്റെ ചില മേഖല എന്ന് പറഞ്ഞാൽ ശാപത്തിന്റെ ശക്തി, ശാപത്തിന്റെ അരൂപികൾ നമ്മുടെ മക്കളെ വളരാതെ പാപത്തില്, ചില രോഗത്തില്, ചില ദുശീലങ്ങളില് അടിമപ്പെടുത്തി വച്ചിട്ടുണ്ട്. ശാപം എന്ന് പറഞ്ഞാല് ഒരു വ്യക്തി ശപിക്കുന്ന ഒരു പ്രവൃത്തി. ഇപ്പൊ മാതാപിതാക്കൾ തന്നെ മക്കൾ ശപിക്കും, പ്രാകും, അധ്യാപകര് ശപിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ശപിക്കുന്ന ഒരവസ്ഥ. നീ രക്ഷപ്പെടില്ല, നീ ഗതി പിടിക്കത്തില്ല, നീ നന്നാവൂല, നീ ജയിക്കില്ല, നീ കണ്ടോ, നീ അനുഭവിക്കും. ഇങ്ങനെയൊക്കെ ഒരു അപ്പനോ അമ്മയോ സഹോദരങ്ങളോ പ്രിയപ്പെട്ടവരോ അല്ലെങ്കിൽ അധികാരപ്പെട്ട ആരെങ്കിലും ഒരു കുഞ്ഞിനോടോ അവനുമായിട്ട് ബന്ധപ്പെട്ട ജോലിയോ ബിസിനസ്സോ എന്തിനോടോ
പഠനത്തോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചില ശക്തികള്, അരൂപികള് ഈ മക്കളിൽ സ്വാധീനം ചെലുത്തും. നമ്മള് സംഖ്യയുടെ പുസ്തകത്തില് ബാലാം എന്ന് പറയുന്ന ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയുണ്ട്. ശപിക്കാന്ന് പറഞ്ഞാല് ശാപത്തിന്റെ ഒരു ആത്മാവിനെ വിളിച്ചുവിടും. നമുക്കറിയാം, നമ്മൾ പറയുന്ന ഓരോ വാക്കിനും ഒരു ആത്മാവുണ്ട്, ഒരു ജീവനുണ്ട്. യേശു പറഞ്ഞു, എന്റെ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. അപ്പോ ഒരു വാക്ക് പറയുമ്പോ, പ്രത്യേകിച്ചും ഈ പിശാചിനെ ഉപയോഗിക്കുന്ന ആളുകള് ശപിക്കുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോ ഈ പൈശാചിക ശക്തിയെ വിളിച്ചു വിടുക. ആ ദേശത്തിന്റെ മേൽ, ആ ജനത്തിന്റെ മേൽ പിശാചിനെ പറഞ്ഞു വിട്ടുകൊണ്ട് ആ ജനത്തെ തോൽപ്പിക്കുന്ന ശപിക്കൽ പ്രവൃത്തി ചെയ്യാനാണ് ബാലാമ് കടന്നു വരിക. അതുകൊണ്ട് നമ്മൾ പറയുന്ന ഓരോ വാക്കിലൂടെയും ഒരു സ്പിരിറ്റിന്റെ ട്രാൻസ്മിഷനുണ്ട്, കൈമാറ്റപ്പെടലുണ്ട്. ഇപ്പൊ നമ്മുടെ കുടുംബത്തിലേക്ക് വരുമ്പോ ഒരു ഭർത്താവ് ഭാര്യയെ ശപിക്കുന്നു, ഭാര്യ ഭർത്താവിനെ ശപിക്കുന്നു, അപ്പൻ അമ്മ മക്കളെ ശപിക്കുന്നു. പിന്നെ ഇവിടെ ഓർക്കുമ്പോ എന്ത് വാക്കാണ് പറയുന്നത്? ഇപ്പൊ ഒരു കൊച്ച് ഗതി പിടിക്കാതിരിക്കട്ടെ എന്ന് ഒരു അപ്പൻ പറഞ്ഞാൽ, അമ്മ ശപിച്ചാൽ അത് ദേഷ്യം കൊണ്ട് പറഞ്ഞറിയാം. പക്ഷെ അതിലൂടെ ഒരു അരൂപി ആ കൊച്ച് രക്ഷപ്പെടാതിരിക്കാനുള്ള, ഗതി പിടിക്കാനുള്ള, നീ ജയിക്കൊന്നുമില്ല, അത് ജയിക്കാതിരിക്കാനുള്ള ഒരു അരൂപി, ഒരു സ്വാധീനം, ഒരു ശക്തി ആ കുഞ്ഞിൽ ആധിപത്യം ഉറപ്പിക്കും. പ്രത്യേകിച്ച് ഒരു കാര്യം ഓർക്കണം, രക്തബന്ധത്തിൽ നിന്നുള്ള ശാപങ്ങളും അനുഗ്രഹങ്ങളും പെട്ടെന്ന് വലിക്കുന്നു പറയാം. ഒരു അപ്പ ശപിച്ച, ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ശപിച്ച, സഹോദരങ്ങൾ തമ്മിൽ രക്തബന്ധം, അങ്ങോട്ടും ഇങ്ങോട്ടും ശപിച്ചാൽ പിശാച് ആ ശാപത്തെ ഏറ്റെടുക്കും, ആ വാക്കിനെ ഏറ്റെടുക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് അവൻ അവിടെ പ്രവർത്തിക്കും. ഇനി അനുഗ്രഹിച്ചാലോ? അതുകൊണ്ടാ പറയണേ, നമ്മുടെ വീട്ടില് ശാപത്തിന്റെ വാക്കുകൾ പറയരുത്. ചില വീട്ടുകളില് വാ തുറന്ന് ശാപം പ്രാക്കുക. അപ്പൻ അങ്ങോട്ട് ശപിക്കും, അമ്മ അങ്ങോട്ട് ശപിക്കും, മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ട് ശപിക്കും, സഹോദരൻ തമ്മിൽ ശപിക്കും, അമ്മായിമ്മ ശപിക്കും, മരുമക്കൾ ശപിക്കും, നാത്തുമാര് ശപിക്കും, പേരക്കിടാങ്ങളെ ശപിക്കും. അങ്ങനെ ശപിക്കുമ്പോ അതിന്റെ ഒരു സ്പിരിറ്റ്, അരൂപി നമ്മുടെ മക്കളില്, അവരുടെ പ്രവൃത്തികളില്, നമ്മുടെ കുടുംബത്തില് കടന്നു വരും. പിന്നെ ആ ആത്മാക്കൾ ആ മക്കളെ തടസ്സപ്പെടുത്തും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. അതായത് ഇങ്ങനെ ശാപത്തിന്റെ, പ്രാഗലിന്റെ വാക്കുകളിലൂടെ കടന്നു വന്ന ആത്മാവും ജീവനും ആ ശക്തിയും നമ്മുടെ മക്കളെ ഇന്ന് ഒരു സ്വഭാവത്തില്, അവരുടെ സംസാരത്തില്, അവരുടെ പഠനത്തില്, അവരുടെ ജോലിയില്, അവരുടെ വളർച്ചയില് എല്ലാം തടസ്സപ്പെടുത്തുന്ന ശാപത്തിന്റെ ഒത്തിരി അരൂപികളുണ്ട്. ഇതിനെ നമ്മൾ ബന്ധിച്ച് ബഹിഷ്കരിക്കണം. ചില മക്കൾക്ക് എന്ത് ചെയ്താലും രക്ഷപ്പെടണില്ല, എന്ത് ചെയ്താലും ഗതി പിടിക്കണില്ല, എത്ര പഠിച്ചിട്ടും മാർക്ക് കിട്ടണില്ല, എത്ര ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടും പാസ്സാവണില്ല, ഇവിടെയൊക്കെ പോയിട്ടും ജോലി കിട്ടുന്നില്ല. അതിന്റെ പിന്നിലൊക്കെ ചിലപ്പോൾ കുടുംബത്തിൽ കിടക്കുന്ന ചില ശാപത്തിന്റെ, പ്രാക്കലിന്റെ അരൂപികൾ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ മക്കളെ ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അധ്യാപകരെ ശപിച്ചു, വൈദികര് ശപിച്ചു, അല്ലെങ്കിൽ ചില സന്യസ്തര് ശപിച്ചു, ആരെങ്കിലൊക്കെ, അതാണ് ശാപം ചിലതൊക്കെ ഏൽക്കാതിരിക്കാൻ വേണ്ടി, നിന്റെ മേൽ ശാപം പതിക്കാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കണമെന്ന് വചനം പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ശാപത്തിന്റെ ആത്മാക്കളെ നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ മക്കളിൽ നിന്ന് ബന്ധിച്ച് ബഹിഷ്കരിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ വിടുവിച്ചെടുക്കാൻ, പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറച്ച്, അനുഗ്രഹത്തിന്റെ അഭിഷേകം കൊണ്ട് നിറച്ചെടുക്കാൻ ഇന്ന് നമ്മള് പ്രത്യേക ദിവ്യാനുസരണത്തില് പ്രാർത്ഥിക്കണം. ശാപവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആത്മാക്കളും നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ തലമുറയെ വിട്ടുമാറി പോകട്ടെ. കാരണവന്മാരോ ബന്ധുക്കളോ ആരെങ്കിലൊക്കെ രക്തബന്ധത്തിന്റെ ശാപങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വിട്ടുമാറിപ്പോയി നമ്മുടെ മക്കൾ പുതിയ അഭിഷേകത്തില്, പുതിയ സ്വാതന്ത്ര്യത്തില് വിമോചനം പ്രാപിച്ച് പരിശുദ്ധാത്മാവിനാൽ മാത്രം നയിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധനയില്, ഈ ബഹിഷ്കരണ പ്രാർത്ഥനയില് ഈ ശാപത്തിന്റെ മേഖലകളുടെ മേലുള്ള വിടുതലിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. എന്നോട് മക്കളെല്ലാവരെയും മോചനം നൽകി അനുഗ്രഹിക്കട്ടെ മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്
നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങ് ഞങ്ങളുടെ ശാപങ്ങൾ നീക്കാൻ വേണ്ടി ശപിക്കപ്പെട്ടവനെ പോലെ മരത്തിൽ തൂക്കപ്പെട്ടു. കർത്താവേ, ശാപത്തിന്റെ ശക്തി ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെയും ഒത്തിരിയേറെ ബന്ധിച്ചും കെട്ടിപ്പൂട്ടി വച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. പ്രത്യേകിച്ചും കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ മേലുള്ള എല്ലാ ശാപങ്ങള്, മാതാപിതാക്കളുടെ ശാപങ്ങള്, രക്തബന്ധത്തിൽ നിന്ന് ഞങ്ങളുടെ മക്കളുടെ മേൽ വന്നിട്ടുള്ള ശാപങ്ങള്, അധ്യാപകര്, ആത്മീയ പിതാക്കന്മാര്, കർത്താവേ, ഏതെങ്കിലും അവസ്ഥയിൽ ചില സാഹചര്യത്തില് ദേഷ്യം കൊണ്ടോ വെറുപ്പ് കൊണ്ടോ അല്ലെങ്കിൽ സങ്കടം കൊണ്ടോ ശപിച്ചോ പ്രാഗിയോ പറഞ്ഞതിലൂടെ കടന്നു വന്നിട്ടുള്ള ഞങ്ങളുടെ മക്കളുടെ മേലുള്ള എല്ലാ ശാപങ്ങളെയും ഈശോയെ അവിടുന്ന് ഏറ്റെടുക്കണമേ. ആ ശാപത്തിന്റെ ആത്മാക്കളെ, ശാപ ശക്തികളെ നിർവീര്യമാക്കിക്കൊണ്ട് ഞങ്ങളുടെ മക്കളെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്കെതിരെ പറഞ്ഞിട്ടുള്ള ഓരോ വാക്കിലൂടെയും ശാപവാക്കിലൂടെയും പ്രാകലിന്റെ വാക്കുകളിലൂടെയും ഞങ്ങളുടെ മക്കളുടെ മേല് ആധിപത്യം ഉറപ്പിച്ച് അവരെ അടിമപ്പെടുത്തി ബന്ധിച്ചു വച്ചിരിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളെയും, എല്ലാ സ്വാധീനങ്ങളെയും, എല്ലാ ബന്ധനങ്ങളെയും, എല്ലാ കെട്ടുകളെയും തകർത്തെറിഞ്ഞുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ മക്കളെ വിടുവിക്കണമേ. ഈശോയെ, ഞങ്ങൾ കാണുന്നുണ്ട്, നോഹ തന്റെ മകൻ ഹാം പാപം ചെയ്തപ്പോ നോഹ ഇങ്ങനെ ശപിക്കുന്നേ, കാനാൻ ശപിക്കപ്പെടട്ടെ. ഹാം ചെയ്ത പാപത്തിന്റെ ഫലമെന്ന പോലെ ഹാമിന്റെ മകന് ശാപം പിടികൂടുന്ന നമ്മൾ കാണുന്നുണ്ട്. അപ്പൻ ചെയ്ത പാപത്തിന്റെ ശാപമേർന്ന മക്കള്. അങ്ങനെ കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിലോ ഞങ്ങളുടെ പാരമ്പര്യത്തിലോ ഞങ്ങളുടെ തലമുറയിലോ പാപത്തിന്റെയോ ഏതെങ്കിലും അവസ്ഥയില് ശാപത്തിന്റെ വാക്കുകള്, ശാപത്തിന്റെ സ്വാധീനങ്ങള്, അതിലൂടെ കടന്നു വന്ന നശിപ്പിക്കുന്ന അവസ്ഥകള് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈശോയെ, അതെല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് ഞങ്ങളെ വിടുവിക്കണം, ഞങ്ങളുടെ മക്കളെ മോചിപ്പിക്കണം. അങ്ങനെ വലിയ സ്വാതന്ത്ര്യം പ്രാപിച്ച് എല്ലാ തടസ്സങ്ങളും മാറ്റി എല്ലാ ശാപത്തിന്റെ അരൂപികളെയും ശക്തികളെയും നിർവീര്യമാക്കി ഞങ്ങളുടെ മക്കളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേന്ന് ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തെ, പഠനത്തെ, ബിസിനസ്സിനെ, ജോലിയെ, വിശുദ്ധിയെ, സ്വഭാവത്തെ തടസ്സപ്പെടുത്തുന്ന ഏതെങ്കിലും ശാപത്തിന്റെ ശക്തികൾ ഉണ്ടെങ്കിൽ ഈശോയെ, അതെല്ലാം എടുത്തു മാറ്റി മോചനം നൽകി ഈ ആരാധനയില് ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ വിടുതൽ നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായിട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും പ്രിയപ്പെട്ട ഞങ്ങളുടെ മക്കളെ പ്രത്യേകിച്ചും അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാപത്തിന്റെ രൂപികൾ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മക്കളെയും വിട്ടുമാറി പോകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ എല്ലാ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നെറ്റിയിൽ വിശുദ്ധ കുരിശനാല് മുദ്ര വെച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ഏറ്റുപറഞ്ഞ് വിമോചന പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മെ നമ്മുടെ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും
പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമ്മുടെ മക്കളെയും നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ശാപശക്തികൾ കുടുംബത്തിൽ നിന്നോ നമുക്കെതിരെ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിർവീര്യമാക്കപ്പെടാനും നമ്മുടെ മക്കളും നമ്മുടെ തലമുറയും നമ്മുടെ ജീവിതവും വലിയ വിടുതൽ പ്രാപിക്കാനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വിമോചന പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോ മിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ പരിശുദ്ധ കന്യക മറിയത്തിന്റെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെയും മറ്റെല്ലാ മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ടും വിശുദ്ധ മാമോദീസായിലൂടെയും വിശുദ്ധ പൗരോഹിത്യത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ടും എല്ലാ ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും ശാപത്തിന്റെ അരൂപികളോടും ശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു. പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയാധിപത്യങ്ങളെ ഈ മക്കളുടെ ജീവിതത്തിൽ ആദിവ്യാധികളും പീഡകളും ആപത്തുകളും അപകടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പാപവാസനകളും പരാജയങ്ങളും തടസ്സങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ, മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പദോഷങ്ങളെ, അശുദ്ധാത്മാക്കളെ, ശാപങ്ങളെ, കൈവിഷ്ട ശക്തികളെ, വശീകരണത്തിന്റെ യന്ത്രത്തിന്റെ ശക്തികളെ കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് ഇവയെല്ലാം ഞാൻ ശാസിച്ച് ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും കർത്താവിന്റെ കുരിശിന്റെ പാദത്തിങ്കിലേക്ക് അയക്കുകയും ചെയ്തു. ഇനിമേൽ ഇവയൊന്നും ഈ മക്കളെ അസ്വസ്ഥതപ്പെടുത്താതിരിക്കട്ടെ എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം യാചിക്കുന്ന ഈ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവിത സാഹചര്യങ്ങളെയോ പഠനത്തെയോ വളർച്ചയെയോ ജോലിയെയോ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശാപശക്തികളിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും ശരീരത്തിൽ രോഗപീഠകളും മനസ്സിൽ ദുഷ്ചിന്തകളും ആത്മാവിൽ ദുരാഗ്രഹങ്ങളും ഉളവാക്കുന്ന എല്ലാ ശക്തികളിൽ നിന്നും എല്ലാ ദുശീലങ്ങൾക്കും തർക്കദോഷങ്ങൾക്കും എല്ലാ തടസ്സങ്ങൾക്കും കാരണമായി നിൽക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളിൽ നിന്നും തിന്മയുടെ എല്ലാ സ്വാധീനത്തിൽ നിന്നും കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ഈ മക്കളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞാൻ മോചിക്കുകയും കർത്താവിന്റെ സ്വന്തമായി ഇവരെ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനിമേൽ ഈ മക്കൾ കർത്താവിന്റെ സ്വന്തമായിരിക്കട്ടെ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഈ മക്കളിൽ ആവസിച്ച് അവിടുത്തെ വരദാന ഫലങ്ങളാൽ ഇവരെ നിറയ്ക്കട്ടെ. ശാപത്തിന്റെ എല്ലാ അരൂപികളും എല്ലാ ശക്തികളും അതിനാൽ തന്നെ നിർവീര്യമായി പോകട്ടെ. യേശുവിന്റെ തിരുരക്തം ഈ മക്കൾക്ക് സംരക്ഷണമായിരിക്കട്ടെ, വീണ്ടെടുപ്പിന്റെ ശക്തിയായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥവും സാന്നിധ്യവും സഹായവും ഈ മക്കൾക്ക് സംരക്ഷണമായിരിക്കട്ടെ. അങ്ങനെ ഇവർ എല്ലാ തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്നും മോചിതരായി അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും എന്നും എന്നേരവും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാൻ ഇടയാവുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നല്ല ഈശോയെ, ഞങ്ങളുടെ മക്കളെ തടസ്സപ്പെടുത്തുന്ന, ബന്ധിക്കുന്ന, അവർക്കെതിരെ നിൽക്കുന്ന എല്ലാ ശാപങ്ങളെയും നിർവീര്യമാക്കിക്കൊണ്ട് ശാപത്തിന്റെ അരൂപികളെ, ശാപത്തിന്റെ ശക്തികളെ എന്നേക്കുമായി നിർവീര്യമാക്കി ഞങ്ങളുടെ മക്കളെ മോചിപ്പിക്കണമേ. അവരുടെ സ്വഭാവത്തില്, ജീവിതത്തില്, പഠനത്തില്, ജോലിയില്, വിവാഹം നടക്കാത്ത അവസ്ഥയില്, എല്ലാ തടസ്സങ്ങളിലും നിലനിൽക്കുന്ന സകല ശാപങ്ങളെയും യേശുവേ ഞങ്ങൾ ഒരുമിച്ച്
ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി മോചനത്തിന്റെ വലിയ ശക്തിയാൽ നിറച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കട്ടെ. മറ്റൊരാത്മാവിനും, ശാപത്തിന്റെ ഒരാത്മാവിനും ഞങ്ങളുടെ മേലോ ഞങ്ങളുടെ കുടുംബത്തിന്റെ മേലോ മക്കളുടെ മേലോ ഇന്നു മുതൽ അധികാരം ഇല്ലാതിരിക്കട്ടെ. പ്രാർത്ഥനയോടെ ദിവികാരനാഥന്റെ ആശീർവാദത്തിന് വേണ്ടി ഒരു നിമിഷം നിശബ്ദമായി പ്രാർത്ഥിച്ചൊരുങ്ങും മക്കളെ. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ, അങ്ങയുടെ ശക്തിയാൽ നിറച്ച് എല്ലാ ശാപശക്തികളെയും നിർവീര്യമാക്കി ഞങ്ങളുടെ മക്കളെ മോചിപ്പിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളെ വിടിവിച്ച് വലിയ അഭിഷേകത്തിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ഞങ്ങളുടെ മേലോ ഞങ്ങളുടെ മക്കളുടെ മേലോ ഇന്നു മുതൽ ഒരു ശാപശക്തിക്കും ശാപത്തിന്റെ ആത്മാക്കൾക്കും അധികാരം ഇല്ലാതിരിക്കട്ടെ. ആമേൻ.